ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു മോർണിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ്, ഗോതമ്പ് ദോശയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പം മിക്സിക്കകത്ത് പൊടിയൊക്കെ ഇട്ട് എല്ലാം കറക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും കറണ്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു എന്നായാലും മിക്സിക്കകത്ത് വെള്ളം ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഈ ഒരു ബൗളിനകത്തേക്ക് ഇട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു, അങ്ങനെ ഇട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ കട്ട ശരിക്കും അങ്ങ് ഉടഞ്ഞു വന്നില്ല, നമുക്കൊരു തൃപ്തിയാവുന്നവരെ ആയില്ല എന്ന് മാത്രം. അപ്പോൾ അത് ആക്കി വന്നപ്പോഴത്തേക്കും കറണ്ട് വരുകയും ചെയ്തു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കലും തുടങ്ങി. എന്ത് ചെയ്യും ഭഗവാനെ എന്നങ്ങ് ഓർത്തപ്പോഴത്തേക്കും കറണ്ട് വന്നു ഭാഗ്യം കൊണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചമ്മന്തിയാണ്, ഗോതമ്പ് ദോശയ്ക്ക് പിന്നെ ചമ്മന്തിയാണല്ലോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ കുറച്ച് പോർക്ക് വാങ്ങിയതുണ്ട്, അത് കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് റോസ്റ്റ് പോലെ ഉണ്ടാക്കിയത്. അത് മക്കൾക്ക് ഈ ദോശയുടെ കൂടെ അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇറച്ചി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതിയല്ലോ. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റായി പോയോ എന്ന് വെച്ചാൽ ചെറുതായിട്ട് വേസ്റ്റായി പോയോ എന്ന് സംശയമില്ല കേട്ടോ. പക്ഷെ ഞാനത് വൈകുന്നേരം അങ്ങ് മെയിൻറ്റെയിൻസ് ചെയ്തു. വൈകുന്നേരം അതങ്ങ് തീർന്നു. അപ്പോൾ അതിൻ്റെ പകരമായിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കി ചമ്മന്തി അങ്ങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളേ ഉള്ളൂ. ഒരുപാട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് എല്ലാവരും എന്നെ മറന്നോന്ന് എനിക്കറിയില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ് നമ്മുടെ പഴയ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പേര് കണ്ടുള്ളൂ. കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പകുതിയും പേര് കണ്ടിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇടയ്ക്കൊരു വീഡിയോ അങ്ങോട്ടേക്കും ഇടും കേട്ടോ. എന്നാ വെച്ചാൽ ആ ചാനൽ ഇട്ട് തട്ടി കളയാൻ പറ്റത്തില്ല. അത് തന്നെ അതിനകത്ത് നിന്നാണ് നമുക്ക് കൊളാബൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്റ്റക്കായി, അതിൽ വീഡിയോ ഇടാണ്ടിരുന്നപ്പോഴേ എല്ലാം സ്റ്റക്കായി പോയി. അതുകൊണ്ട് ഇടയ്ക്ക് അങ്ങോട്ടേക്കൊരു വീഡിയോ ഉണ്ടാവും. അപ്പോൾ അത് കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഇടുകയും ചെയ്യും കേട്ടോ. അപ്പോളേ ഭയങ്കര വെയിലാണ് കേട്ടോ മക്കളെ. വെയിലില്ല, ഭയങ്കര ചൂട്. രാവിലെയൊക്കെ എണീക്കുമ്പോഴത്തേക്കും മേലൊക്കെ അങ്ങ് പൊള്ളണ ചൂടാണ്. എന്തൊരു കാലാവസ്ഥയാണ് ഭഗവാനേന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനത്തെ ഒരു കാലാവസ്ഥ. നമുക്ക് എന്താ പറയണേ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വീടിനാണെങ്കിൽ ഈ മുകളിൽ ഇങ്ങനെ ഷീറ്റ് ഇട്ടേക്കുക. പൊക്കം കുറഞ്ഞ വീടുമല്ലേ, അപ്പോൾ ഷീറ്റും കൂടെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടേക്കണേ. അപ്പോൾ അതുകൊണ്ട് കാരണം വീടിന് പിന്നെ ജനാലയൊന്നും തുറന്നിടാനുള്ള മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വീടിനകത്തിരിക്കാൻ ഒരു വല്ലാത്തൊരു ശ്വാസം മുട്ടലാണ് കേട്ടോ. പിന്നെ ഭാഗ്യം കൊണ്ട് ഞാനിന്ന് ഈ വീഡിയോ എടുത്ത അന്ന് മഴ പെയ്തു. ഒരു മഴ പെയ്തപ്പോഴത്തേക്ക് എന്താ ആശ്വാസം. ഞാനതും വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ദോശയും ചമ്മന്തി ഉണ്ടാക്കി. ഹസ്ബൻഡിന് ഇന്ന് പോകണം, അപ്പോൾ ഓട്ടോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചായ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങി. മുറ്റടിച്ചിട്ട് വെള്ളം കോരി ഒഴിക്കണം. അപ്പോൾ കിണറ്റിലെ വെള്ളമൊക്കെ വറ്റിയേ. അപ്പോൾ മോട്ടർ അടിച്ചാൽ ഒരുപാട് കയറിയല്ല. അപ്പോൾ മോട്ടർ അടിച്ച് കിടന്നത് അതവിടെ കിടക്കട്ടെ എന്ന് ഓർത്തു. അപ്പോൾ ഇങ്ങനെയുള്ള നനയ്ക്കൊക്കെ നമുക്ക് അത്യാവശ്യം കോരി എടുക്കുവാണെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കോരിയിട്ടാണ് നനയ്ക്കുന്നത് കേട്ടോ. എന്താ പറയണേ, എല്ലായിടത്തും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ, ഭയങ്കര ചൂട്. ഇനി ഈ ചൂട് ഇങ്ങനെ കത്തി നിന്നിട്ടായിരിക്കും മഴ തുടങ്ങി കഴിയുമ്പോൾ മഴയുടെ പുകിലായിരിക്കും കേട്ടോ. എന്തൊരു കാലാവസ്ഥയാണ് അല്ലേ നമുക്ക്. ഒന്നുകിൽ പൊരിഞ്ഞ ചൂട് അല്ലെങ്കിൽ പൊരിഞ്ഞ മഴ തുടങ്ങി കഴിയുമ്പോൾ മഴയുടെ പുകിലായിരിക്കും എന്തായാലും. അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് നനച്ച് കഴിഞ്ഞിട്ടാട്ടോ മുറ്റടിച്ച് കഴിഞ്ഞിട്ടാണ് നനച്ച് കഴിഞ്ഞിട്ടാണ് മുറ്റടിച്ചത്. അപ്പോൾ മുറ്റടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വെയിലത്ത് ഈ കരിയിലൊക്കെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ മഴക്കാലമാകുമ്പം ഇതെല്ലാം കൂടെ ചീഞ്ഞിട്ട് അട്ടയുടെ ശല്യം കൂടും കേട്ടോ. അട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണ്ട, ഇവിടെ ഈ ഭാഗം മുഴുവൻ ഇങ്ങനെ ഒത്തിരി ഉണ്ടാവും. അതെന്നു വെച്ചാൽ നമ്മൾ ഈ വീടിൻ്റെ ചുറ്റുമുള്ള ഭാഗം മാത്രം മാക്സിമം നമ്മളിങ്ങനെ കരിയിലയൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് കളയും. അപ്പോൾ ഇങ്ങനെ കത്തിച്ച് കളയുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് മഴക്കാലം തുടങ്ങി കഴിയുമ്പോൾ ഈ ഇലയെല്ലാം കൂടെ ചീഞ്ഞിട്ട് ഭയങ്കര അട്ടയുടെ ശല്യമായിരിക്കും. അപ്പോൾ അതൊക്കെ കത്തിച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടുണ്ട് പെരക്കകത്ത് കയറി വന്നത്. അപ്പോൾ അന്നേരമൊക്കെ നമ്മുടെ അച്ചുക്കുട്ടൻ പുറകെ ഉണ്ട് കേട്ടോ. അച്ചുക്കുട്ടൻ ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞ് അങ്ങനെ പുറകെ നടക്കുന്നുണ്ട്. ധ്യാനൂട്ടനാണെങ്കിൽ എണീറ്റ് ബ്രഷൊക്കെ ചെയ്യണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കും അച്ചുക്കുട്ടനുള്ള ചായ എടുക്കുവാണ്. എനിക്കും അച്ചുക്കുട്ടനുള്ള ചായ എടുത്ത സമയം കൊണ്ട് തന്നെ ധ്യാനൂട്ടൻ ബ്രഷ് ചെയ്ത് വന്നു, പിന്നെ അവനും എടുത്തു. അപ്പോൾ അങ്ങനെ ചായ എടുക്കണം. അപ്പോൾ അച്ചുക്കുട്ടന് പാലൻ ചായ വേണ്ട, പാലൻ ചായ കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അച്ചുവിന്. എന്തായാലും അച്ഛ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചങ്ങാൻ കുടിച്ചെങ്കിലേ ആയുള്ളൂ. അപ്പോൾ ഇന്ന് അത് ഏറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ അച്ചുക്കുട്ടന് കട്ടൻ ചായ എടുത്തു. എനിക്കും
എനിക്കും ധ്യാനും പാലൻ ചായ എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി ഇറച്ചി ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് അച്ഛനും കൊടുത്തു. ധ്യാനുവിന് വലിയ താല്പര്യമില്ല. കഴിക്കുമെന്ന് ചോദിച്ചാൽ കഴിക്കും, ഞാനും അങ്ങനെയാണ്. വലിയ താല്പര്യം എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് ഇച്ചിരി ചിക്കനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അച്ഛന് കുഴപ്പമില്ല, അച്ചു കഴിച്ചോളും. ധ്യാനോട്ട് എന്തേ കിടക്കണു. ചൂടായാരണം രാവിലെ എണീക്കുമ്പോഴും 24 മണിക്കൂർ ഫാനും വെച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ഇച്ചിരി ഒരു ആശ്വാസമുള്ള ഈ അടുക്കളയുടെ ഭാഗത്ത് നിൽക്കുമ്പോഴാണ്. വലിയ ആശ്വാസം എന്ന് പറയാൻ പറ്റിയല്ല, എന്നാലും തമ്മിൽ ഭേദം തൊമ്മെന്നൊക്കെ പറയലേ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമുക്ക് ഹാളിലിരിക്കാനേക്കാളും ഭേദം ഇവിടെ നിൽക്കണതാണ് കേട്ടോ. ഇവിടെ പിന്നെ വാതിലെങ്കിലും തുറന്നിട്ടാൽ കുറച്ചൊരു എയർ സർക്കുലേഷൻ ഉണ്ട്. പിന്നെ മുകളിലാണെങ്കിലും ഓടാണല്ലോ അതിൻ്റെ ഒരിത്. അപ്പോൾ കുറേയേറെ പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. വെള്ളം കുറവായ കാരണം വെള്ളം ലുബ്ധിച്ചാണ് കേട്ടോ പാത്രം കഴുകൊക്കെ. അപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞിട്ട് ഞാൻ കഞ്ഞി അടുപ്പത്തിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഞ്ഞി അടുപ്പത്തിട്ടു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇച്ചിരി കൂർക്ക മെഴുക്കുവരട്ടി വയ്ക്കാമെന്ന് ഓർത്തിട്ടായിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് കൂർക്ക ഉണ്ടായിരുന്നു, അതിൻ്റെ പകുതി എടുത്ത് ഫ്രിഡ്ജ് വെച്ചായിരുന്നേ. പകുതി ക്ലീൻ ചെയ്താൽ വെച്ചാൽ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ എളുപ്പത്തിൽ നമ്മൾ കൂർക്കയുടെ തൊലി പൊളിക്കാൻ ചെയ്യുന്ന പണി എന്നാ അറിയോ, ഈ കുക്കറിനകത്തിട്ട് ഒരൊറ്റ വിസിലടിക്കുക, അപ്പം തന്നെ അതിൻ്റെ എയർ അഴിച്ചു വിട്ടിട്ട് എടുക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ തൊലി പെട്ടെന്ന് അങ്ങ് പോകും കേട്ടോ. പക്ഷെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറഞ്ഞു പോകും. അതിൻ്റെ ഒരു നമ്മളാ ഗുണം കുറച്ച് ആ വെള്ളത്തിൽ കൂടെ പോകും. നിലക്കെ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ അടുപ്പ് വെക്കണത്. അപ്പം അതുകൊണ്ട് ആ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് അത്ര താല്പര്യമുള്ളതല്ല. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്ത സമയത്ത് നമ്മൾ അങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് ഇവിടെ ഇല്ലായിരുന്ന സമയത്താണ് കൂർക്ക ക്ലീൻ ചെയ്തത്. അപ്പോൾ ഞാൻ ആ പണി കാണിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാതി വെന്ത കൂർക്കയായിരുന്നു. അപ്പോൾ പകുതി എടുത്ത് ഫ്രീസറിൽ വെച്ചു, പകുതി എടുത്ത് അന്ന് തോരൻ വെച്ചു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആണെന്നുള്ളത്. അപ്പോൾ അത് ഒരു ഇച്ചിരി വെന്തായിരുന്നു തന്നെ നമുക്കേ ഒന്നിച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ കൂടി ഇട്ടിട്ട് എണ്ണ കടുക് കളിച്ചിട്ട് അത് പതിയൊന്ന് വഴന്ന് വന്നിട്ട് ഒരു പകുതി വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ കൂർക്കയും കൂടി ഇട്ടിട്ട് നമുക്ക് സാധാരണ മെഴുക്കുവരട്ടി വെക്കണമൊക്കെ മെഴുക്കുവരട്ടി വെച്ചാൽ മതി, മൂടി വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ പാകത്തിന് എല്ലാം വെന്ത് വന്നോളും. അപ്പോൾ അങ്ങനെ ഞാനതങ്ങ് എടുപ്പ് വെച്ചേക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് ധ്യാനൂട്ടാണ് ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുവാണ് കേട്ടോ. അപ്പോൾ ധ്യാനൂട്ടിൻ്റെ പരിപാടിയാണ് ബെഡ്ഷീറ്റ് ക്ലീൻ ചെയ്യൽ എന്നുള്ളതൊക്കെ. അപ്പോൾ അത് അച്ചുകൂട്ടം ഇവിടെ ഇരുന്ന് പരിപാടി ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. കസേര ഒരു രക്ഷയില്ല. കസേര അങ്ങനെ കാണിക്കരുതെന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും കാണിക്കാണ്ടിരിക്കില്ല, പിന്നെ കാണിക്കും കേട്ടോ. അപ്പോൾ അച്ഛൻ എന്നുള്ള ഈ വഴക്ക് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ രാവിലത്തെ വിശേഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരം വീടെടുത്ത ചൂട് കാരണം പിന്നെ ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു, സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ മടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരം പിന്നെ ഒരു മഴയൊക്കെ പെയ്തു. എന്തായാലും മഴ പെയ്തു നമ്മുടെ കൂട്ടുകാർക്കൊന്ന് കാണിച്ചു തരാമെന്ന് ജസ്റ്റ് മഴ പെയ്തൊക്കെ ഷൂട്ട് ചെയ്തു. അന്നേരത്തെ നമ്മുടെ അടുക്കള പുറത്ത് വീണേക്കാൾ ശക്തമായ രീതിയിലാണ് അടുക്കളയ്ക്കകം മുഴുവൻ നനയുമായിരുന്നേ. ഫ്രിഡ്ജിൻ്റെ മുകളിലേക്ക് മുഴുവൻ വെള്ളം ചാടി. ഞാൻ ആദ്യം നോക്കി ഫ്രിഡ്ജിന് മുകളിൽ ചാടുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം ചാടി നിർത്തി പിറ്റേ ദിവസം ചാടണമെന്നില്ല കേട്ടോ അവിടെ. അങ്ങനെയാണല്ലോ ഓടിൻ്റെ അവസ്ഥ. അപ്പം ഞാനൊക്കെ ആദ്യം നനയല്ലെന്നൊക്കെ പോയി. കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അതേ ഫുള്ള് നനഞ്ഞു കേട്ടോ. ഫ്രിഡ്ജിൻ്റെ അവിടെ ഒക്കെ നനഞ്ഞു. ഫ്രിഡ്ജ് പിന്നെ ഊരിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു നന്നാക്കണം. ഇത് നമ്മുടെ വീടല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നന്നാക്കലൊന്നും നടക്കുകയില്ല കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ വീട് മാറണോ വേണ്ടോ എന്നുള്ളൊരു തീരുമാനം പോലും ആയിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ ചെയ്യണം എങ്ങനെയാണ്, ഒന്നാമത് നമുക്കതിനുള്ള വശവും ഇല്ല, അത് വേറെ വശം. അപ്പോൾ അടുക്കള മുഴുവൻ കുളമായി. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് മാറണമെന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ വീടിനൊക്കെ വാടക ഭയങ്കരമാണ് ചോദിക്കുന്ന വീടുകൾക്കെല്ലാം. എന്തായാലും ദൈവം വഴി കാണിച്ചു തരട്ടെ അല്ലേ. പക്ഷേ ഈ ഒരു പ്രദേശത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ വീട് വാടക കുറവുണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഈ ഒരു പ്രദേശം വിട്ടു പോയല്ലോ, അതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും ആവട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.